ചിത്രകാരി ടി.കെ. പത്മിനിക്കായി മ്യൂസിയം നിർമ്മിക്കുമെന്ന് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചേറോത്ത്. ടി.കെ. പത്മിനിയുടെ 56-ാം ചരമദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനശ്വര ചിത്രകാരി ടി.കെ. പത്മിനിയുടെ 56-ാം ചരമദിനം ലളിതമായ ചടങ്ങിൽ ആചരിച്ചു. പത്മിനിയെ അനുസ്മരിച്ചുകൊണ്ട് അവർക്കായി ഉചിതമായ മ്യൂസിയം പണിയുമെന്ന് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചേറോത്ത് പറഞ്ഞു. ഒരുപാട് നാളായി ഞങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിറവേറ്റുന്നതിൻ്റെ ആദ്യപടി കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം ഇതിനുവേണ്ടി ഏറെ പ്രയത്നിച്ച ഒരുപാട് മനുഷ്യർ ഇതിൻ്റെ പിന്നിലുണ്ട്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് ഇപ്രാവശ്യം ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട്, കാരണം 400 വർഷം കഴിഞ്ഞാൽ പോലും ഇപ്പോഴും ഗിയാത്തോൻ്റെയും അതുപോലെ തന്നെ ഒട്ടുമിക്ക പഴയ ആർട്ടിസ്റ്റുകളുടെ വീടുകളൊക്കെ തന്നെ അതേപോലെ സൂക്ഷിച്ചിരിക്കുന്ന പോലെ ആ ഓർമ്മകൾക്ക് ഇന്നും സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശ്രീ പത്മിനി എന്താണ് നമ്മളിലെല്ലാം അവശേഷിപ്പിച്ചു പോയത്, അതൊരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ ആവശ്യകത അതിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഓരോ നിമിഷവും ഓരോ വർക്കുകളിലൂടെയും നമ്മൾ പോകുമ്പോൾ ഓരോ കാലത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഒരു ചിത്രണ ആണ് അതെല്ലാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കല എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മഹതിയായിട്ടുള്ളൊരു വ്യക്തിയാണ് വാസുദേവ്. വാസുദേവ് എപ്പോഴും പറയുമായിരുന്നു, അതായത് അർണോസും അതുപോലെ തന്നെ പത്മിനിയും അവർ വളരെ സുഹൃത്തുക്കളായിരുന്നു. രണ്ടുപേരും വളരെ കോമ്പറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. രണ്ടുപേരും ഇന്ന് ലോകത്തില്ല. അപ്പോൾ വാസുദേവ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു തീർത്ത് നമ്മളോട് അവരെ കാണാൻ പറഞ്ഞ് പോയിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും അവരുടെ ചിത്രങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു മ്യൂസിയം ഉണ്ടാവണം എന്നുള്ളതാണ് ലളിതകലാ അക്കാദമിയുടെ ഒരു വലിയൊരു അഭിലാഷം. അത് നടത്തും ഞങ്ങളെല്ലാവരും കൂടി. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത്രയും കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ ഒരു കുടീരം നമ്മൾ ഈ രീതിയിൽ ഒരു മെമ്മോറിയലായിട്ട് വളർത്തിക്കൊണ്ടുവന്നത്. ഈ മാസം 20ഓടുകൂടി കാടഞ്ചേരിയിലെ പത്മിനിയുടെ തറവാട് വീടിനോട് ചേർന്നുള്ള സ്മൃതി മണ്ഡപം പൂർത്തിയാകും. അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി കൂടി പങ്കെടുക്കുന്ന പൊതുചടങ്ങിൽ വെച്ച് സ്മൃതി മണ്ഡപം തുറന്നുകൊടുക്കും. ഈ മഹതിക്ക് ചെയ്യുന്ന എന്തെങ്കിലും ആണെന്ന് കരുതാൻ പാടില്ല. തലമുറകൾക്ക് നാം ചെയ്യുന്ന ഒരു സുഹൃതമായേക്കാം. തിരിച്ചറിയപ്പെടേണ്ടുന്ന അടയാളങ്ങളും തിരിച്ചറിയപ്പെടേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളും വിസ്മൃതിയിലേക്ക് അതിവേഗം കുതിച്ചൊഴുകുന്ന ഒരു കാലത്താണ് നാം ഈ അടയാളത്തെ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത്. അവരുടെ ചിത്രങ്ങളെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളും അതിനെ ധ്യാനിക്കുകയും മനനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള പണ്ഡിതന്മാരുടെയും ഒരു വലിയ നിരയുണ്ട്. ആളുകൾ അത്രയും ഇവിടെ വന്നിട്ടില്ല. അവരുണ്ട്. ഈ ഓർമ്മദിനത്തിൽ ഒരുപക്ഷെ അവരും പത്മിനിയോടൊപ്പം പഠിച്ചിറങ്ങിയവർ, അവരോടൊപ്പം പ്രവർത്തിച്ചവർ, ദാമോദരേട്ടൻ, ഇങ്ങനെ ഒരു വലിയ സംഖ്യ മനുഷ്യർ ഈ ദിവസം ഓർമ്മകളിൽ നമ്മളോടൊപ്പം ഉണ്ട്. അക്കാദമി ചെയർമാനെ കൂടാതെ സെക്രട്ടറി ABN ജോസഫ്, പത്മിനി സ്മാരകം രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ട് CP സുനിൽ, പത്മിനി ട്രസ്റ്റ് സെക്രട്ടറി ഉത്തമൻ കാടഞ്ചേരി, എക്സിബിഷൻ ഓഫീസർ ബാബു, സുഭാഷ്, ശിവൻ കാടഞ്ചേരി, ട്രസ്റ്റ് മെമ്പർ സനിൽ കുമാർ കൊട്ടാരത്തിൽ, ഹരി ആലങ്കോട്, മോഹൻ ആലങ്കോട് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. വലിയ കാൽവെപ്പുകൾ ഞങ്ങൾ കുടുംബാംഗങ്ങളെക്കുറിച്ച് വളരെ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്താണ് പത്മിനി എന്നുള്ളത് കൃത്യമായിട്ട് പൊതുജനങ്ങളെയും ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഈ ഉദ്യമം നന്നായി മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ വേണം. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഞങ്ങളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യാം എന്ന് അക്കാദമിക്ക് ഉറപ്പ് തരുന്നു. NCV ന്യൂസ്, എടപ്പാൾ.
6 മാസം കൊണ്ട് SSLC ഓർ +2 ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ആയും ഡിപ്ലോമ, ഡിഗ്രി, PG ഓൺലൈൻ ഓർ ഡിസ്റ്റൻസ് ആയും സ്വന്തമാക്കാം. കൂടാതെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും. ഹൈ ടോപ്പ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ NIOS ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. എടപ്പാൾ ആൻഡ് പൂക്കരതറ. കോൺടാക്ട് 9946 716 717 9744 807080.